എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നൈറ്റ് ബിറ്റായിട്ട് വന്നിട്ടുണ്ട്. അതും മിക്സ് ആൻഡ് മാച്ച് രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ള മിക്സ് ആൻഡ് മാച്ച് രീതിയിലുള്ള ഈ നൈറ്റ് ബിറ്റിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഋത്വി എന്നാണ്. നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനിലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പം മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് അറിയില്ല കേട്ടോ, എന്നാൽ കുറേ പേർക്ക് അറിയണവരുണ്ട്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയണതാണ്. ഇപ്പൊ മിക്സ് ആൻഡ് മാച്ച് രീതിയിലാണ് ഇപ്പൊ ഞാൻ തയ്ച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ചുരിദാർ മിക്സ് ആൻഡ് മാച്ച് രീതിയിലാണ് കേട്ടോ. അതായത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഓറഞ്ച് ഉള്ള ഇതിന് അതിന്റെ മിക്സ് ആൻഡ് മാച്ച് വന്നിരിക്കുന്നതാണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഷെയ്ഡ് വെച്ചതിന് പാൻറ് തയ്ച്ചു. ശരിക്കും ഇത് 290 ആണ്, പക്ഷെ ഞാൻ ഇന്ന് കാണിച്ചു തരണത് 3.4 മീറ്ററിന്റെയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പാൻറ്റും തയ്ച്ചു, അതേപോലെ ഇതുകൊണ്ട് ഞാൻ ടോപ്പും തയ്ച്ചു. അപ്പോൾ കണ്ടോ, അപ്പൊ നമ്മുടെ പാൻറ്റിന്റെ കുറച്ച് ഭാഗം നമുക്ക് നെക്കിലേക്ക് വരാനായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തു. അതേപോലെ സ്ലീവുമ കണ്ടോ കുറച്ച് ഇങ്ങനെയും വെച്ചു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ മിക്സ് ആൻഡ് മാച്ച് രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ഇതൊരു എന്താ പറയാ ഫ്രണ്ട് ഓപ്പൺ രീതിയിലുള്ളൊരു ടോപ്പാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത്, വിത്ത് ഇതിന്റെ കളറ് പാൻറ്റും കൂടി ആയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നല്ലൊരു ലാവൻഡർ കളറിലുള്ള ഒരു നിറച്ച് പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരെണ്ണാണിത്. 3.15 കേട്ടോ അത് മീറ്റർ. അതേപോലെ കണ്ട അതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആണ് ഈ രീതി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് ടോപ്പായിട്ട് തയ്ക്കാം, ഇത് പാൻറ്റായിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ ഇത് പാൻറ്റായിട്ട് തയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ചിലർക്ക് ചെറിയ ചെറിയ ഡോട്ടാണ് മുകളിലേക്ക് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല ഇത് പാൻറ്റിനെ വേണ്ടെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതല്ല ചിലവര് ഇപ്പൊ ഞാനിട്ട ഒരു വീനക്ക് രീതിയിൽ അങ്ങനെയും ചെയ്യണവരുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു ഷെയ്ഡ്, ഇവിടെ ഒരു ഷെയ്ഡ്, അല്ലെങ്കിൽ ചിലവരിങ്ങനെ സെൻറ്റർ ആക്കിയിട്ട് പകുതി പകുതി ചെയ്യണവരൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഇതാണെന്ന് പറയാണ്. ദേ കണ്ടോ, ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരണത് ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ ദേ കണ്ടോ, നല്ല അടിപൊളി ഗ്രീൻ കളറാണിത്. അതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരണത് എന്താ ഈ ഒരു കളർ, ഈ ഒരു കളർ കേട്ടോ. ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരണത് ഇതിന്റെ ഇത് സെയിം പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. നേരത്തെ കാണിച്ച ലാവൻഡറിന്റെ സെയിം പ്രിന്റ് തന്നെയാണ്, പക്ഷെ അതിന്റെ മിക്സ് ആൻഡ് മാച്ച് വരണത് ഇങ്ങനെയാണ് കേട്ടോ. അതുപോലെ തന്നെ കണ്ടോ, നല്ല അടിപൊളി ഷെയ്ഡാണേ. നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് തന്നാല കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ, അത് കാരണമാണ് കേട്ടോ അങ്ങനെ ഇട്ട് തരുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടോ, ഇത് നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് വേണ്ട, ഇപ്പൊ എനിക്ക് ഈ ഡോട്ടുകൾ മാത്രം മതി, നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോ അതേപോലെ ഇതൊരു കണ്ടോ, ഈ ഒരു കളർ കണ്ടോ, നല്ല അടിപൊളി കളറാണ് കേട്ടോ അത്. അപ്പോ ഇതന്നെ എന്താ പറയാ, ഇത് വേണ്ട, ഇത് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ മിക്സ് ആൻഡ് മാച്ച് രീതിയിലാണ് നമ്മളിത് വരണത്. അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് രീതി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഈ മോഡൽ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, കാരണം കുറേ പേര് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് രീതിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. കുറേ പേർക്ക് അറിയണവരുണ്ട്, അറിയാത്തവരാണ് കേട്ടോ ചോദിച്ചത്. അപ്പോൾ എന്താ പറയുക, ഇതാണിപ്പോൾ കുറച്ച് കളക്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഋത്വി മോഡലിലുള്ള കുറച്ച് കളക്ഷൻസാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. മാത്രമല്ല ഏതെങ്കിലും നൈറ്റ് ബിറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ആയിരിക്കും തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആയിരിക്കും കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് പേര് എൻ്റെ ഒന്ന് വാട്സപ്പ് നമ്പർ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ തന്നെയാണ് അത് മെസ്സേജ് നിങ്ങൾക്ക് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്.